ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ 10th പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിന് ഇനി 4 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അല്ലെ. അപ്പോൾ എല്ലാവരും പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കും. നമ്മൾ ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി അല്ലെ. ഇന്ന് അഗൈൻ കറണ്ട് അഫയേഴ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിന്റെ ആവശ്യമുള്ളതിന്റെയൊക്കെ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 2024 ഫെബ്രുവരി 8-ന് നാസ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ പേസിന്റെ പൂർണ്ണ രൂപം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്, ഇതിന്റെ കറക്റ്റ് ആൻസർ പ്ലാങ്ക്ടൺ, എയറോസോൾ, ക്ലൗഡ്, ഓഷ്യൻ, ഇക്കോസിസ്റ്റം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള പൂർണ്ണ രൂപങ്ങളും അത് എസ്പെഷ്യലി ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിന്റെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെയും അതിന്റെയൊക്കെ പേരുകൾ. ഓക്കെ, അടുത്ത ചോദ്യം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ആൻസർ പറയാം. ഉണ്ണി അമ്മയമ്പലം. അദ്ദേഹത്തിന്റെ അൽഗോരിതങ്ങളുടെ നാട് എന്ന് പറയുന്ന നോവലിനാണ് കേട്ടോ ഈ പറയുന്ന പുരസ്കാരം ലഭിച്ചത്. സമ്മാനത്തുക 50,000 രൂപയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മാജിക് സ്കൂൾ ബസ് എന്ന പുസ്തകത്തിന് കഥാവിഭാഗത്തിലും, അതുപോലെ തന്നെ നമ്മുടെ കായലുകൾ എന്ന പുസ്തകത്തിന് വൈജ്ഞാനിക വിഭാഗത്തിലും, അതുപോലെ തന്നെ സൂക്ഷ്മജീവി സൂപ്പർ ജീവി എന്ന പുസ്തകത്തിന് ശാസ്ത്ര വിഭാഗത്തിലുമുള്ള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരങ്ങൾ മുൻപ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആർ ശ്യാമകൃഷ്ണൻ, അദ്ദേഹത്തിനാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ചെറുകഥയായ മീശക്കള്ളൻ എന്ന് പറയുന്നതിനാണ് ലഭിച്ചത്. ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ദെൻ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ഭാഷാ സമ്മാൻ നേടിയ മലയാളിയാണ് KG പൗലോസ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അടുത്ത ചോദ്യം. 2024 മെയ്യിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? ഓപ്ഷൻസ്, തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം. ആൻസർ മലപ്പുറം ആണ് കേട്ടോ. അപ്പൊ ഈ പറയുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിന് കാരണം നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട ഒരു രോഗാണുവാണ്. ഓക്കെ, ഇത് ബാധിക്കുന്നത് നിങ്ങൾ എല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, തലച്ചോറിനെയാണ്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഡിസീസ് ആയിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം. അതുകൊണ്ടാണ് അത് റിപ്പോർട്ട് ചെയ്ത ജില്ലയും ഇതും ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം ഇട്ടത് കേട്ടോ. അടുത്ത ചോദ്യം. ISROയുടെ പുതിയ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു ആണ് കേട്ടോ. അടുത്ത ചോദ്യം. ലോകത്തെ ആദ്യ ഇക്കോസിറ്റി ഒരുക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻസ്, സൗദി അറേബ്യ, കുവൈറ്റ്, UAE. ഇവയൊന്നുമല്ല എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ആൻസർ സൗദി അറേബ്യ ആണ് കേട്ടോ. അടുത്ത ചോദ്യം. എർത്ത് സിസ്റ്റം സയൻസ് ഡേറ്റ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ നൈട്രസ് ഓക്സൈഡ് പുറന്തള്ളുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്, ഇന്ത്യ, ചൈന, ദക്ഷിണ കൊറിയ, അമേരിക്ക. ആൻസർ ചൈനയാണ്. 2ാം സ്ഥാനം ഏത് രാജ്യത്തിനാണെന്ന് അറിയോ? നമ്മുടെ ഇന്ത്യക്ക് തന്നെയാണ്. ഓക്കെ, നൈട്രസ് ഓക്സൈഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, അത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് അല്ലെ. അടുത്ത ചോദ്യം. 2024 G7 ഉച്ചകോടി വേദി. ഓപ്ഷൻസ്, ഇന്ത്യ, ഇറ്റലി, ചൈന, ഇന്തോനേഷ്യ. ആൻസർ ഇറ്റലിയാണ്. ജൂണിലാണ് ഇത് നടന്നതെന്ന് എല്ലാവരും അറിഞ്ഞു കാണും അല്ലെ. അടുത്ത ചോദ്യം. അടുത്തിടെ ഉഷ്ണതരംഗത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ രാജസ്ഥാൻ ഹൈക്കോടതിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം, കോടതി വിധികളൊക്കെ. ഓക്കെ, അടുത്ത ചോദ്യം. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ മദ്രാസ് ഹൈക്കോടതിയാണ് കേട്ടോ. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയാണ്. അടുത്ത ചോദ്യം. 2028 ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ്, ക്രിക്കറ്റ്, ഫ്ലാഗ് ഫുട്ബോൾ, സോഫ്റ്റ് ബോൾ. ഇവയെല്ലാം എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ആക്ച്വലി ഈ പറഞ്ഞ എല്ലാ കായിക ഇനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? 2028 ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ആൻസർ ഇതാണ്. ഈ പറഞ്ഞ ക്രിക്കറ്റ് ഉണ്ടല്ലോ, അത് 1900 പാരീസ് ഒളിമ്പിക്സിലാണ് അവസാനമായിട്ട് ക്രിക്കറ്റ് ഉൾപ്പെടുത്തിയത്. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. IOCയുടെ 141ാമത് സെഷനിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്ത് തീരുമാനം? 2028 ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിൽ ഈ പറയുന്ന കായിക ഇനങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. ഊർജ്ജ കാര്യക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഊർജ്ജവീർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ആന്ധ്രാപ്രദേശ്, കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ആൻസർ ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം. 2024 ഏപ്രിൽ 8-ന് നാസ വിക്ഷേപിച്ച സൗണ്ടിംഗ് റോക്കറ്റുകൾ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്, സ്റ്റാർഷിപ്പ്, അപ്പെപ്, ലോങ് മാർച്ച് 2D. ഇവയൊന്നും അല്ല എന്നതാണ്. കറക്റ്റ് ആൻസർ അപ്പെപ് എന്നുള്ളതാണ്. അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാം? അറ്റ്മോസ്ഫിയറിക് പെർട്ടർബേഷൻസ് അറൌണ്ട് എക്ലിപ്സ് പാത്ത് എന്നതാണ് അപ്പെപ്പിന്റെ ഫുൾ ഫോം. ഓക്കെ, ഇത് ആക്ച്വലി 2024 ആദ്യ സൂര്യഗ്രഹണ ദിവസമാണ് ഈ പറയുന്ന റോക്കറ്റുകൾ വിക്ഷേപിച്ചത്. ഓക്കെ, ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഒരു ഇന്ത്യൻ വംശജനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് അരോക് ബർജാത്യ എന്നുള്ളത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ സ്റ്റാർഷിപ്പ് എന്താണ്? സ്റ്റാർഷിപ്പ് എന്ന് പറയുന്നത് അടുത്തിടെ 4ാം പരീക്ഷണം വിജയകരമായി നടത്തിയ സ്പേസ് എക്സിന്റെ റോക്കറ്റ് ആണ് സ്റ്റാർഷിപ്പ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ ഈ പറയുന്ന സ്റ്റാർഷിപ്പ്. ദെൻ ലോങ് മാർച്ച് 2D എന്ന് പറയുന്നത് 41 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ഒരു ചൈനീസ് റോക്കറ്റ് ആണ് ലോങ് മാർച്ച് 2D. 2023 ജൂണിലാണ് ഇത് എന്ത് ചെയ്തത്? ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. നക്ഷത്രസഭ എന്ന പേരിൽ ഇന്ത്യയുടെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ആൻസർ ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ.
അടുത്ത ചോദ്യം 2024 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഫിൻജാൽ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് ഏത് രാജ്യമാണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. സൗദി അറേബ്യ, ഖത്തർ, ഇന്ത്യ, ഒമാൻ. ആൻസർ സൗദി അറേബ്യയാണ്. ഇങ്ങനെയുള്ള ചില ചുഴലിക്കാറ്റ് എസ്പെഷ്യലി 2024 ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാട്ടോ അതിന് പേര് നൽകിയതും ഏത് ഉൾക്കടലിലാണ് അല്ലെങ്കിൽ ഏത് ഇതിലാണ് രൂപപ്പെട്ടത് എന്നൊക്കെ ഉള്ളത് കേട്ടോ. അടുത്ത ചോദ്യം ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് കേട്ടോ തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ ബ്രൗസ് സേഫ് ആപ്പ് വികസിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. തെലങ്കാന, കർണാടക, കേരളം, തമിഴ്നാട്. ആൻസർ കർണാടകയാണ് കേട്ടോ. അടുത്ത ചോദ്യം രാജ്യത്താദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് തമിഴ്നാട്, കേരളം, തെലങ്കാന, കർണാടക. ആൻസർ കേരളമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 4-5 കറണ്ട് അഫയേഴ്സിന്റെ മാത്രമേ 10th പ്രിലിംസിന്റെ ബേസിസിലുള്ളതിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മൾ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും ആ ചോദ്യങ്ങളും കൂടി ഒന്ന് നോക്കിയേക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ. നമുക്കറിയാലോ 10 മാർക്സ് കറണ്ട് അഫയേഴ്സിനുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് തന്നെ എഴുതാൻ സാധിക്കട്ടെ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ നോക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ചും കൂടി ഞാനിപ്പോൾ പറയാം. ഏകദേശം നിങ്ങളിപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ വിഭാഗം നോക്കുമ്പോൾ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം കുറച്ചധികം ഇന്ത്യയുടെയും അതുപോലെ തന്നെ നാസയുടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പുരസ്കാരങ്ങൾ, ഓക്കെ, എസ്പെഷ്യലി സാഹിത്യ പുരസ്കാരങ്ങൾ, അത് കേരളത്തിന്റെ ആണെങ്കിൽ കേന്ദ്ര സാഹിത്യ പുരസ്കാരങ്ങളാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും, അതുപോലെ തന്നെ ONV പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, അതൊക്കെ ഒന്ന് വയലാർ അവാർഡ് അതിൻ്റെയൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം, നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നൊബേൽ പ്രൈസ് വിട്ട് കളയരുത്. 23, 24 ഇപ്പോൾ ലേറ്റസ്റ്റ് 24ന്റെ എല്ലാം നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. അത് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഒളിമ്പിക്സിൽ പാരീസ് ഒളിമ്പിക്സ് അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് തന്നെയാണ്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കുറച്ചധികം കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ കുറേയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന എക്സാമിൽ വന്നിട്ടുള്ള കറണ്ട് അഫയർ ചോദ്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. ചിലപ്പോൾ അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വന്നു എന്നൊക്കെ ഇരിക്കുക കേട്ടോ. ഓക്കെ, പുതിയ നിയമനങ്ങൾ അതും കൂടി ഒന്ന് ജസ്റ്റ് നോക്കിയേക്കുക. ഓരോ വിഭാഗത്തിൽ നടന്നിട്ടുള്ള പുതിയ നിയമനങ്ങൾ അതൊക്കെ ഈ കറണ്ട് അഫയർ വിഭാഗത്തിൽ നിന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ.